പുതിയ നുസ്ക് ആപ്ലിക്കേഷനിലുള്ള ഫോൺ നമ്പർ എങ്ങനെ ചേഞ്ച് ചെയ്യാം? ഇതിനായിട്ട് രണ്ട് മെത്തേഡാണ് ഉള്ളത്. ഒന്നാമത്തത്, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പുതിയ നുസ്ക് ആപ്ലിക്കേഷൻ ഇതുപോലെ ആക്റ്റീവായ ടൈമിൽ നിങ്ങൾക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ നോക്കാം. ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ മൊബൈൽ ഫോണിലുണ്ട്. അങ്ങനെ ഓപ്പൺ ആക്കണ ഈ ടൈമിൽ തന്നെ നിങ്ങളതിൻ്റെ ഈ നുസ്ക് ആപ്ലിക്കേഷനിലുള്ള ഫോൺ നമ്പർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളതാണ് കാണിച്ചു തരാൻ പോണത്. അതിനായിട്ട് നിങ്ങളെ മൊബൈൽ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ്റെ മുകളിലായിട്ടൊരു പ്രൊഫൈൽ പോലെ കാണാം. അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് ആണ്, ഈ ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സ് ഏരിയയാണ്. ഇവിടെ എങ്ങനെ ആയിട്ട് നിങ്ങൾക്ക് കാണാം എഡിറ്റ് ഡീറ്റെയിൽസ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫോൺ നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ടാവും. ഈ ഫോൺ നമ്പറിൻ്റെ ലാസ്റ്റൊക്കെ ഒരു എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ നിലവിലുള്ള ഈ ഫോൺ നമ്പർ ഇവിടെ കാണിച്ചു തരും. ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഈ ഫോൺ നമ്പറാണ് എന്നുള്ളത് കാണിച്ചു തരും. ഈ ഫോൺ നമ്പർ ഇവിടുന്ന് ക്ലോസ് ചെയ്തിട്ട് ഇവിടുന്ന് ഒഴിവാക്കിയതിന് ശേഷം നിങ്ങൾ ഏത് ഫോൺ നമ്പറാണ് ആഡ് ചെയ്യുന്നത് ആ ഫോൺ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. ഫോൺ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ അപ്ഡേറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. അപ്ഡേറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഫോൺ നമ്പറിലോട്ട് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്തതിന് ശേഷം മുകളിൽ സേവ് എന്ന് കൊടുത്താൽ മതി. സേവ് പ്രൊഫൈലിൽ കാണാം, യെസ് കൊടുക്കുക. ഇപ്പോൾ ആ ഫോൺ നമ്പർ ഈ ഒരു നുസ്ക് ആപ്ലിക്കേഷനിൽ ഇപ്പോൾ ആഡ് ആയത് കാണാം. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. രണ്ടാമത്തെ മെത്തേഡ്, നിങ്ങളെ മൊബൈൽ ഫോണിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഒഴിവായി, അതായത് ഇത് പൂർണ്ണമായിട്ടും നിങ്ങളെ മൊബൈൽ ഫോണിൽ നിന്ന് പോയി എന്ന് വെച്ചോളി. പിന്നീട് നിങ്ങൾ രണ്ടാമത് ഡൗൺലോഡ് ചെയ്ത് ഫോൺ നമ്പറൊക്കെ മിസ്സിങ് ആയിക്കണ്, പിന്നെ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് വേറൊരു ഫോൺ നമ്പർ ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഈ കാമമ്മയായിരിക്കും ആഡ് ആവണത്, അല്ലെങ്കിൽ അങ്ങനെ എന്തോ ആണ് ആഡാക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് വേറെ ഫോൺ നമ്പർ ആഡ് ചെയ്യാൻ പറ്റും. അതിന് ചെയ്യേണ്ടത് നുസ്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. അതിന് ശേഷം ഇവിടെ ലോഗിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. സൗദി അറേബ്യ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ നീഡ് ഹെൽപ്പ് ലോഗിൻ എന്നുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നീഡ് ടു അപ്ഡേറ്റ് മൈ മൊബൈൽ ഫോൺ നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മെയിലിൽ നാഷണൽ ഇക്കാമ ID അതിൽ ഇവിടെ എൻ്റർ ഇക്കാമ ID, ഇവിടെ ഇക്കാമ നമ്പർ എൻ്റർ ചെയ്യാം. ഇക്കാമയിലുള്ള അതേ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ എൻ്റർ ചെയ്യുക. ഒരു പൊടിക്ക് തെറ്റാൻ പാടില്ല. അതിനുശേഷം ഫോൺ നമ്പർ, പുതിയ ഫോൺ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക, ഇവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം മുൻപേ ഉള്ള പുതിയ നിങ്ങൾ നുസ്ക് ആപ്ലിക്കേഷനിൽ കൊടുത്ത പാസ്വേഡ് ഉണ്ടല്ലോ, അത് ഇവിടെ എൻ്റർ ചെയ്യുക. അത് മറക്കരുത്, അത് ഇവിടെ എൻ്റർ ചെയ്യണം. അതിനുശേഷം കൺഫേമർ ക്ലിക്ക് ചെയ്യാം. എല്ലാം റെഡിയാക്കിയതിനു ശേഷം എല്ലാ ഫോൺ നമ്പറും ഇവിടെ ഇക്കാം നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആവണം, ഫോൺ നമ്പർ പുതിയ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക, ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം കൺഫേമർ ക്ലിക്ക് ചെയ്യുക. കൺഫേമർ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഫോൺ നമ്പറിലോട്ട്, നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഫോൺ നമ്പറിലോട്ട് ഇപ്പോൾ ഒരു OTP വന്നിട്ടുണ്ട്. ആ OTP എൻ്റർ ചെയ്യണം. മെസ്സേജ് ആപ്ലിക്കേഷനിൽ ഉണ്ടാവും, അവിടുന്ന് എടുത്ത് ഇവിടുന്ന് എൻ്റർ ചെയ്യുക. ഇവിടെ എൻ്റർ ചെയ്തതിനു ശേഷം വെരിഫൈ OTP വെരിഫിക്കേഷൻ കോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ കാണാൻ നിങ്ങൾക്ക് ഇവിടെ മൊബൈൽ ഫോൺ നമ്പർ ചേഞ്ച് സക്സസ്ഫുള്ളി എന്ന് കാണാം. ഈ ലോഗിൻ ക്ലിക്ക് ചെയ്താൽ മതി. ലോഗിൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ പാസ്വേഡ് കൊടുത്ത് ഓപ്പൺ ആക്കാവുന്നതാണ്. ജസ്റ്റ് കാണിച്ചു തരാം. ലോഗിൻ നിന്ന് ക്ലിക്ക് ചെയ്യാം, സൗദി അറേബ്യ ക്ലിക്ക് ചെയ്യാം, ഇൻകം നമ്പർ അതുപോലെ പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ കൊടുത്താൽ മതി. ഇവിടെ ചേഞ്ച് ചെയ്ത ഫോൺ നമ്പർ ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ ലാസ്റ്റ് നമ്പർ OTP എടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ആവുന്നതാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയത് നിങ്ങൾക്ക് കാണാം. നമ്പർ ചേഞ്ച് ആയിട്ട് നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ കാണുന്ന ആൾക്കാരാണ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.